മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഈ ഞായറാഴ്ച തിരുസഭ നമ്മുടെ പ്രാർത്ഥനകൾക്കും ധ്യാനത്തിനുമായി നൽകിയിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. മംഗളവാർത്ത കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരിയേറെ ധ്യാന വിഷയമാക്കി മാറ്റിയ ബൈബിളിലെ ഒരു ശ്രദ്ധേയനായ കഥാപാത്രമാണ് സ്നാപക യോഹന്നാൻ. ഈ സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു ധ്യാനം കൂടിയാണ് ഈ ഞായറാഴ്ചത്തെ തിരുവചനത്തിൻ്റെ പ്രമേയം. സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തിൻ്റെ 3 പുണ്യങ്ങളെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളോട് സംവദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, സ്നാപക യോഹന്നാനിൽ കാണുന്ന ഒരു വലിയ പുണ്യമാണ് അവൻ ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി എന്നുള്ളത്. വിശുദ്ധ ബൈബിളിൽ നമ്മൾ സ്നാപക യോഹന്നാനെ കണ്ടുമുട്ടുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം, സ്നാപകൻ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നില്ല. അവൻ വരുന്ന വഴികളിലൊക്കെ പറയുന്നുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകും. ഇങ്ങനെ ഒത്തിരി നന്മകൾ, ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ ലോകത്തിന് മുൻപിലേക്ക് പരിചയപ്പെടുത്തുന്ന യോഹന്നാൻ. ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ അന്ന് ശിഷ്യന്മാരുടെയൊക്കെ ഇടയിൽ ഒരു ഹീറോ ആയി നിൽക്കുന്ന സമയമാണ്. ആ കാലയളവിലാണ് തൻ്റെ പ്രിയ സ്നേഹിതനെ, തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനെ പരിചയപ്പെടുത്തുവാൻ മടി കാണിക്കാത്ത യോഹന്നാൻ. പ്രിയപ്പെട്ടവരെ, ഈ യോഹന്നാൻ്റെ, സ്നാപക യോഹന്നാൻ്റെ ജീവിതം ധ്യാന വിഷയമാക്കി മാറ്റുമ്പോൾ തൻ്റെ ഈ ലോക ജീവിതത്തിലെ ഏക ദൗത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന് സ്നാനം നൽകുവാനും അവനെ ലോകത്തിനെ പരിചയപ്പെടുത്തുവാനുമാണ് എന്നുള്ള ആ ഒരു ബോധ്യം, യോഹന്നാനിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ ഒരു ബോധ്യം, ഇതിനെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. യോഹന്നാൻ അവനെയല്ല, ക്രിസ്തുവിനെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ സംസാര രീതികൾ, നമ്മുടെ കരുണാർദ്രമായ പ്രവർത്തന വഴികൾ, ഇതൊക്കെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നതായി മാറാനുള്ള ഈ കൃപയ്ക്ക് വേണ്ടി സ്നാപക യോഹന്നാൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം യോഹന്നാൻ തന്നെയല്ല, ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയവനാണ്. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്വന്തം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആരാണ്, എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്, എൻ്റെ കഴിവുകൾ എന്താണ്, എൻ്റെ മാഹാത്മ്യം എന്താണെന്നൊക്കെ സ്വയം പരിചയപ്പെടുത്തുവാനും സ്വയം എക്സ്പ്രസ് ചെയ്യുവാനും വേണ്ടി പരിശ്രമിക്കുന്ന കാലയളവിൽ യോഹന്നാൻ അപരനെ, തൻ്റെ സ്നേഹിതനെ, തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ്റെ ഈ വലിയ മാതൃക, ക്രിസ്തുവിനെ എൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ആ ഉദാത്തമായ മാതൃക നമുക്ക് സ്വീകരിക്കാം. രണ്ടാമതായി, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണ മനസ്സോടെ നിറവേറ്റുന്ന യോഹന്നാൻ. യോഹന്നാൻ്റെതായ ഒരിഷ്ടങ്ങളുമില്ല, താല്പര്യങ്ങളുമില്ല. അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് തന്നെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ. നമ്മൾ ബൈബിളിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, സ്നാപക യോഹന്നാൻ വളരെ ചുരുങ്ങിയ ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂ. എലിസബത്തും സക്രിയായും ചേർന്ന് അവന് ജന്മം നൽകുമ്പോൾ പോലും, ദൈവത്തിൻ്റെ ഈ വലിയ പദ്ധതി അവൻ്റെ ജീവിതത്തിൽ നിറവേറാനുള്ളപ്പോൾ പോലും, ഒരു വളരെ ചെറിയൊരു കഥാപാത്രത്തെ പോലെ, ഒരു സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ആങ്കറെ പോലെ ഇടയ്ക്കിടയ്ക്ക് മാത്രം കടന്നു വന്ന് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി, അല്ലെങ്കിൽ ഈശോയെ പരിചയപ്പെടുത്തി കടന്നു പോകുന്ന ഒരു വലിയ ഉദാത്തമായ സ്നേഹത്തിൻ്റെ മാതൃക യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ മാതൃക ഇതാണ്. പിതാവിൻ്റെ ഇഷ്ടം എപ്പോഴും നിറവേറ്റാൻ വേണ്ടി പരിശ്രമിക്കുക. എൻ്റെ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ അല്ല, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന യോഹന്നാൻ. മൂന്നാമതായി, ഈ സ്നാപകൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഒരു മഹത്വം എന്ന് പറയുന്നത്, സ്നാപകൻ ഇവിടെ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ പരിചയപ്പെടുത്തുന്ന സമയത്ത് പറയുന്നുണ്ട്, അവനാണ് വലുത്, ഞാൻ ചെറുതാണ്. അവനാണ് വലുത്, ഞാൻ ചെറുതാണ്. സ്നാപക യോഹന്നാൻ
ആദ്യമേ തൻ്റെ പ്രഘോഷണ വേളകളിലൊക്കെ പറയുന്നുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറൊഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോഴൊക്കെ ഈ എളിമയുടെ ചെറുതാകലിൻ്റെ ഒരു വലിയൊരു കുലീനമായൊരു മാതൃക യോഹന്നാനിൽ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. ഈ യോഹന്നാൻ്റെ ഈ കുലീനമായ മാതൃക ഇത് ജീവിതത്തിൽ സ്വന്തമാക്കിയാൽ പല ജീവിത പ്രശ്നങ്ങളുടെ നടുവിലും നമുക്ക് ഉത്തരം കിട്ടും. അരക്ഷിതമായ പല ജീവിത പ്രശ്നങ്ങളുടെയും കാരണം ഞാൻ ചെറുതല്ല, ഞാൻ വലുതാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു ജീവിത രീതി കൊണ്ടാണ്. കുടുംബങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, കുടുംബങ്ങളിൽ മാതാപിതാക്കന്മാർ മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിലൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിന് കാരണം, അതിന് കാരണം മറ്റൊന്നുമല്ല, ഞാൻ വലുതും അവൻ ചെറുതുമാണ് അല്ലെങ്കിൽ അവൾ ചെറുതുമാണെന്ന് പറയുന്ന ഒരു മനോഭാവമാണ്. ഇതിൽ നിന്ന് മാറ്റം വരുത്തുവാൻ യോഹന്നാൻ്റെ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. ഞാൻ ചെറുതാണ്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളും വലിയവനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ എളിമയുടെ ഉദാത്തമായൊരു മാതൃക, അതൊരു നോബിൾ പേഴ്സണാലിറ്റിക്ക്, ഒരു കുലീനമായ വ്യക്തിത്വമുള്ള ഒരു ആൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. നമ്മൾ ഏത് സ്ഥലങ്ങളിൽ നോക്കിയാലും, സമൂഹത്തിൻ്റെ ഏത് വ്യത്യസ്ത തലങ്ങളിൽ നോക്കി എവിടെയും അധികാരങ്ങൾക്ക് വേണ്ടിയുള്ള, സ്വന്തം പേരും പ്രശസ്തിയും വളർത്താൻ വേണ്ടിയുള്ള, അധികാര കസേരകൾക്ക് വേണ്ടിയുള്ള ഒരു വലിയൊരു നെട്ടോട്ടം നടത്തുന്ന ഒരു ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അവിടെ ഒരു വെല്ലുവിളിയാണ് സ്നാപക യോഹന്നാൻ. എനിക്ക് അധികാര കസേരകളല്ല, എനിക്ക് പേരല്ല, പ്രശസ്തിയല്ല, അംഗീകാരങ്ങളല്ല, മറിച്ച് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനെ, ഗുരുവിനെ എന്നേക്കാൾ വലിയതായി കാണുന്ന എളിമയുടെ മാതൃകയാണ് ഞാൻ സ്വന്തമാക്കേണ്ടതെന്നുള്ള ആ ഒരു തിരിച്ചറിവ് യോഹന്നാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഞായറാഴ്ച നമ്മൾ ഈ സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തെ ധ്യാന വിഷയമാക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒന്നാമതായി, ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി യോഹന്നാൻ. എൻ്റെ ചിന്തകൾ, പ്രവൃത്തികൾ, സംസാരങ്ങൾ, ജീവിത വഴികളിൽ ഞാൻ ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നുണ്ടോ? രണ്ടാമതായി, പിതാവിൻ്റെ ഇഷ്ടം അത് പരിപൂർണമായി നിറവേറ്റുന്ന, സ്വന്തം ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന യോഹന്നാൻ. മൂന്നാമതായി, ഒരു നോബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി, ഒരു കുലീനമായ വ്യക്തിത്വം. ഞാൻ ചെറുതായിക്കൊണ്ട് അവരനെ വളർത്തണം, ഞാൻ ചെറുതായിക്കൊണ്ട് ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കണമെന്നുള്ള ആ ഒരു എളിമയുടെ മനോഭാവം, ഇതും യോഹന്നാൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 3 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ. അതിന് സ്നാപക യോഹന്നാൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഈശോയെ പരിചയപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതവും ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന, ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തിനെ പരിചയപ്പെടുത്തുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ഞായറാഴ്ചയുടെ പുണ്യമംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.